നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചിയിൽ വെച്ച് ഹോങ്കോങ്ങിനെ ബ്ലൂ ടൈഗേഴ്സ് പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു ആവേശം ഇന്ത്യൻ ഫുട്ബോളിലുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ 5 സ്ഥാനം മുന്നോട്ട് കയറുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതാ വലിയ എതിരാളികളെ നേരിടാൻ ബ്ലൂ ടൈഗേഴ്സ് ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. UK നിന്നുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കസ് മൊർഹുലാവോ അദ്ദേഹമാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യ യൂണിറ്റി കപ്പ് കളിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. വമ്പൻ ടീമുകൾ, അതായത് നൈജീരിയ, ലോക ഫുട്ബോളിലെ ആഫ്രിക്കൻ ശക്തിയായ നൈജീരിയ, അതുപോലെ സെൻട്രൽ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ജമൈക്ക, ഇങ്ങനെയുള്ള മികച്ച ടീമുകൾക്കെതിരെ ഇന്ത്യൻ ടീം കളിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് AFF കൺഫേം ചെയ്തിരിക്കുന്നു ഈ 4 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന യൂണിറ്റി കപ്പിൽ ഇന്ത്യ കളിക്കുമെന്ന്. അപ്പോൾ 2 രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നൈജീരിയയുടെ വേൾഡ് റാങ്കിങ് ഇപ്പോൾ 21ആണ്. ജമൈക്ക 71ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈജീരിയ വമ്പൻ ടീമാണ്. ഇത്തവണ അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടിയിട്ടില്ല. അതേസമയം ജമൈക്ക വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിലായിരുന്നു. അങ്ങനെ അതിന് തൊട്ടരികിൽ വെച്ച് വീണുപോയ 2 ടീമുകൾക്കെതിരെയാണ് കളിക്കാനുള്ളത്. പിന്നെ 3ാമത്തെ ടീം ഏതാണെന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. മത്സരങ്ങൾ നടക്കുന്നത് എന്നാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം മെയ് 26 മുതൽ മെയ് 30 വരെയാണ്. നൈജീരിയ, ഗാന, ജമൈക്ക, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ടീമുകളായിരുന്നു കഴിഞ്ഞ വർഷത്തെ യൂണിറ്റി കപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ യൂണിറ്റി കപ്പ് എന്ന് പറഞ്ഞാൽ UK ഉള്ള വലിയ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള രാജ്യങ്ങൾ വന്നിട്ട് അവിടെ കളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ യൂണിറ്റി കപ്പിൻ്റെ ആദ്യ ടൂർണമെൻറ്റിൽ ഇതുപോലെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, നൈജീരിയ, ജമൈക്ക ടീമുകളൊക്കെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഏതായാലും ഏതൊക്കെയാണ് ടീമുകൾ എന്നുള്ളതിൽ ഫൈനൽ തീരുമാനം ഇനിയും വരാനുണ്ട്. 3 ടീമുകൾ കൺഫേംഡ് ആണ്. അപ്പോൾ യൂണിറ്റി കപ്പിൻ്റെ സീനിയർ ഒഫീഷ്യൽ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, യൂണിറ്റി കപ്പ് ഫീച്ചേഴ്സ് നേഷൻസ് വിത്ത് ലാർജ് കമ്മ്യൂണിറ്റീസ് ഇൻ ദി UK. അപ്പോൾ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും 4ാമത്തെ ടീം ഏതാണ് എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനങ്ങൾ വരാനുണ്ട്. ഇന്ത്യ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഒരു ടൂറ് പോകുന്നത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകുന്ന 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനാണ്. ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ടൂറ് ഏറ്റവും ഒടുവിൽ നടത്തിയത് 2000-ലാണ്. അത് ബൈജിങ് ബൂട്ടിയ ക്യാപ്റ്റനായിരുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യ അവിടെ പോയിട്ട് ഫുൾഹാമിനോട് ഏകപക്ഷീയമായ 2 ഗോളിന് തോറ്റു. വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയനോട് സമനിലയായിട്ട് മാറി. ഗോൾലെസ് ഡ്രോ ആയിരുന്നു. പിന്നെ ലെസ്റ്ററിൽ വെച്ച് ബംഗ്ലാദേശിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. ഏതായാലും ഇന്ത്യക്ക് ലാർജ് കമ്മ്യൂണിറ്റി UK-യിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ ആരാധകരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ടൂർണമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ പറയുന്നു. ഏതായാലും വമ്പൻ ടീമുകളോട് മുട്ടാൻ ബ്ലൂ ടൈഗേഴ്സ് ഇതാ തയ്യാറെടുക്കുന്നു. ടൂർണമെൻ്റ് ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെമി ഫൈനലും ഫൈനലുമാണ്. നേരെ സെമി ഫൈനലായിരിക്കും ആദ്യ കളി, ജയിക്കുന്ന ടീം ഫൈനൽ കളിക്കും. അതല്ല തോറ്റാൽ ഒരു ലൂസേഴ്സ് ഫൈനലും ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.